ആക്സിയം 4 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി സംഘം ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തി. ഇന്ത്യൻ സമയം വൈകിട്ട് 3 മണിയോടെയാണ് ശുഭാൻഷു ശുക്ല, പെഗ്ഗി വാട്സൺ, ലെസ്റ്റാവോസ് വിസ്നിവോസ്കി, ടിബോർ കപൂ എന്നിവരുമായുള്ള ഡ്രാഗൺ പേടകം കാലിഫോർണിയ തീരത്ത് പതിച്ചത്. 7 ദിവസത്തെ നിരീക്ഷണ കാലയളവ് കഴിഞ്ഞ് ശുഭാൻഷു ഇന്ത്യയിലേക്ക് മടങ്ങും. ഇത് ചരിത്ര നിമിഷം. ശുഭാൻഷു ശുക്ല ഡ്രാഗൺ ഗ്രേസ് പേടകത്തിൽ നിന്ന് പുറത്തെത്തി. സ്ലൈഡിന്റെ സഹായത്തോടെ ഷാനൻ എന്ന കപ്പലിലേക്ക് ശുഭാൻഷു ഇറങ്ങി. പിന്നീട് സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിന്ന് ശുഭാൻഷു കൈവീശി. 433 മണിക്കൂറുകൾക്ക് ശേഷം ഭൂഗുരുത്വാകർഷണ ബലത്തിന്റെ സഹായത്തോടെ ശുഭാൻഷു വീണ്ടും തന്റെ കാലുകളിൽ എഴുന്നേറ്റു നിന്നു. വൈകാരികമായ ഈ നിമിഷം ശുഭാൻഷുവിന്റെ കുടുംബം തത്സമയം ലക്നൌവിൽ വെച്ച് കണ്ടു. അമ്മയുടെയും ഭാര്യയുടെയും കണ്ണിലെ സന്തോഷാശ്രുക്കൾക്ക് അഭിമാന തിളക്കമുണ്ടായിരുന്നു. നിർണായകമായ 18 ദിവസം, 413 മണിക്കൂർ. ആക്സിയം 4 എന്ന നാസയുടെ നേതൃത്വത്തിലുള്ള ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യൻ വ്യോമസേന പൈലറ്റ് ശുഭാൻഷു ശുക്ല, ആക്സിയോ സ്പേസ് ഡയറക്ടർ പെഗി വെറ്റ്സൺ, ബഹിരാകാശ ശാസ്ത്രജ്ഞൻ സ്ലാവോ സുസ്നാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടിബോ കപൂ എന്നിവർ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി വിജയകരമായി മടങ്ങിയെത്തിയിരിക്കുകയാണ്. തിങ്കളാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 ബഹിരാകാശ നിലയത്തിൽ നിന്ന് സംഘം യാത്ര തിരിച്ചത്. 22.5 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ 4-അംഗ സംഘത്തെയും വഹിച്ചുള്ള ഡ്രാഗൺ പേടകം കാലിഫോർണിയയ്ക്ക് സമീപമുള്ള പസഫിക് സമുദ്ര തീരമായ സാൻ ഡിഗോയിൽ ഇന്ത്യൻ സമയം 3 മണിയോടെ പതിച്ചു. എല്ലാം സുരക്ഷിതം. സമുദ്രത്തിൽ പതിച്ച ഡ്രാഗൺ പേടകത്തെ ഷാനൻ എന്ന കപ്പലിന്റെ സഹായത്തോടെ തീരത്തേക്ക് അടുപ്പിച്ചു. പേടകം തുറന്ന ശേഷം ഓരോരുത്തരെയായി പുറത്തേക്ക് എത്തിച്ചു. പേടകത്തിൽ നിന്ന് ആദ്യം മിഷൻ കമാൻഡർ പെഗി വെറ്റ്സനെ പുറത്തെത്തിച്ചു. രണ്ടാമതായി മിഷൻ പൈലറ്റായ ശുഭാൻഷു ശുക്ലയും പുറത്തിറങ്ങി. മിഷൻ എക്സ്പേർട്ടുകളായ സ്ലാവോസ് വിസ്നിവസ്കി, ടിബോ കപൂ എന്നിവരെ പിന്നീട് പുറത്തിറക്കി. പ്രാഥമിക വൈദ്യ പരിശോധനയ്ക്ക് ശേഷം 4 പേരെയും ഭൂഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുന്നതിനായി പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഇന്ത്യക്ക് ഇത് അഭിമാനത്തിന്റെ നിമിഷങ്ങൾ. 40 വർഷങ്ങൾക്ക് ശേഷം ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത ഇന്ത്യൻ പൗരനെന്ന റെക്കോർഡ് ഇനി വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാൻഷു ശുക്ലയ്ക്ക് സ്വന്തം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ഇന്ത്യക്കാരനെന്ന നാഴികക്കല്ലും ശുഭാൻഷു ഈ യാത്രയിലൂടെ നേടി. ISROയ്ക്ക് വേണ്ടി 7 പരീക്ഷണങ്ങൾ ബഹിരാകാശ നിലയത്തിൽ പൂർത്തിയാക്കിയാണ് ശുഭാൻഷുവിന്റെ മടക്കം. ബഹിരാകാശത്തെ സൂക്ഷ്മ ഗുരുത്വാകർഷണ ബലത്തിൽ ശരീരപേശികൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ സംബന്ധിച്ച പഠനം, ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങൾക്ക് പോകുന്നവർക്ക് സുസ്ഥിരവും പോഷകസമൃദ്ധവുമായ ഭക്ഷണം രൂപകൽപ്പന ചെയ്യാൻ സഹായിക്കുന്ന മൈക്രോ ആൽഗെ പരീക്ഷണം, ജലത്തിൽ ജീവിക്കുന്ന പ്രകാശ സംശ്ലേഷ ശേഷിയുള്ള സയനോ ബാക്ടീരിയയുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനം തുടങ്ങിയ 7 പരീക്ഷണങ്ങളാണ് ISROയ്ക്ക് വേണ്ടി ശുഭാൻഷു ബഹിരാകാശ നിലയത്തിൽ നടത്തിയത്. സയൻസ് ഡെസ്ക്, ന്യൂസ് മലയാളം.